സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്തു തരണം. GST കൗൺസിലിൻ്റെ IGST കൗൺസിലിൻ്റെ ഏകീകരണത്തിലൂടെ, അതായത് ഈ സ്ലാബ് മാറ്റത്തിലൂടെ റവന്യൂ നഷ്ടം ഉണ്ടാവും കേരളത്തിന്. അത് നമ്മൾ സൂചിപ്പിച്ചതാണ്. റവന്യൂ നഷ്ടം ഉണ്ടാവും കഴിഞ്ഞ ദിവസം. പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിപക്ഷമത്ത് ഉള്ള സംസ്ഥാനങ്ങൾ, അതായത് തമിഴ്നാട്, കർണാടക, തമിഴ്നാട്, പഞ്ചാബ്, തെലുങ്കാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന പരിപാടി കർണാടക ഹൗസിൽ ഡൽഹിയിൽ ചേർന്നു. 7-8 സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ, നമ്മുടെ KN ബാലഗോപാലും ഒക്കെ പോയിരുന്നു. അവിടെ ചേർന്നു. അവിടെ വെച്ച് ചർച്ച നടന്നു. സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനത്തിൽ 20% കുറവുണ്ടാകുമെന്നാണ് ബാലഗോപാൽ കേരള ഹൗസിൽ നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞത്. കേരളത്തിൻ്റെ വരുമാനത്തിൽ 8,000 കോടി രൂപയുടെ കുറവുണ്ടാവും. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കരുതെന്നും ലക്ഷറി ഗുഡ്സിന് അഡീഷണൽ ഡ്യൂട്ടി ഏർപ്പെടുത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. സെപ്റ്റംബർ 3-4 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന GST കൗൺസിലിൽ ഈ വിഷയം ഉന്നയിക്കാനും അതിനു മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ യോജിച്ച് നീങ്ങാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും BJP സംസ്ഥാനങ്ങൾക്കും വരുമാനത്തിൽ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. ഇതിനിടയിൽ കേരളകൗമുദി പത്രം ചൂണ്ടിക്കാണിച്ച ലോട്ടറി നികുതിയെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. നികുതി പരിഷ്കാരം കേരളത്തിൽ ലോട്ടറി വരുമാനത്തെയും ബാധിക്കുന്ന വിഷയമാണ്. GST കൗൺസിലിൽ ഉന്നയിക്കും എന്ന് തന്നെയാണ് KN ബാലഗോപാൽ പറഞ്ഞത്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വരുമാനം, ഒന്നാമത് മദ്യമാണ്, രണ്ടാമത് ലോട്ടറിയാണ്. അപ്പോൾ ലോട്ടറിക്കാരെയും GST ഈ പ്രശ്നം ബാധിക്കും എന്നുള്ളത് കൊണ്ട് പറയും. അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം റവന്യൂ നഷ്ടം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേരെ ഉൾപ്പെടെ ബാധിക്കുമെന്ന് ബാലഗോപാൽ പറഞ്ഞു. കാരുണ്യ പോലുള്ള പദ്ധതികൾ തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. 2022 വരെ GST നഷ്ടപരിഹാരം ലഭിച്ചിരുന്നു നേരത്തെ. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി 54,500 കോടി കിട്ടേണ്ട സംസ്ഥാനത്ത് 32,500 കോടി രൂപയെ കിട്ടിയിട്ടുള്ളൂ എന്നും ബാലഗോപാൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കേന്ദ്രം ഉറപ്പാക്കണമെന്ന് ധനമന്ത്രി പറഞ്ഞു. അപ്പോൾ GSTയുടെ ഇത് റേറ്റ് കുറയ്ക്കുന്നതല്ലേ 2 സ്ലാബിൽ 4 സ്ലാബിൽ 2 സ്ലാബിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നോക്കുമ്പോൾ മെച്ചമുണ്ടാകും. പക്ഷെ അവിടെ ഒരു നഷ്ടം ഗവൺമെൻറ്റിനുണ്ടാവും. ബാലഗോപാൽ സൂചിപ്പിച്ചതുപോലെ 8,000 കോടിയുടെ നഷ്ടമെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ നഷ്ടമല്ല, വലിയ നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ അത് റവന്യൂ നഷ്ടം നികത്താൻ എന്താണ് പാക്കേജ് കേന്ദ്രം കൊണ്ടുവരുന്നതെന്ന് അറിയാൻ സംസ്ഥാനങ്ങൾക്ക് താല്പര്യമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ടും ഒരു ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാത്തൊരു സ്റ്റേറ്റാണ് നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഗൗരവതരമായ ഒരു വിഷയമാണ്. അപ്പോൾ കേരളത്തിലെ ഈ വിഷയം സെപ്റ്റംബർ 3-4 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന GST കൗൺസിലിലും ചർച്ചയ്ക്ക് വരുമെന്ന് കരുതുന്നു. ലോട്ടറിക്കാരുടെ വിഷയം, അതുപോലെ തന്നെ ഈ വിവിധ സാധനങ്ങൾ വാങ്ങുന്നവരുടെ വിഷയമൊക്കെ വരും. പക്ഷേ ഇത് ജനങ്ങളിലെത്താൻ GST കൗൺസിൽ എന്താണ് ചെയ്യുന്നത്? കാരണം വ്യാപകമായി കള്ളക്കടത്തും കൊള്ളവയ്പ്പും പൂഴ്ത്തിവയ്പ്പും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഒരു വിലക്കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്ഷാമം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയില്ല. എന്തായാലും നമുക്കിതെല്ലാം കാത്തിരുന്ന് കാണാം. GST നഷ്ടം കേന്ദ്രം കനിഞ്ഞ് നമുക്ക് വേറെ അഡീഷണൽ വരുമാനം തരുമോ, അതോ ഇത് ജനങ്ങളുടെ ബാധ്യതയായി വരുമോ? എന്താണ് സംഭവിക്കുക? കാരണം ക്ഷേമ പെൻഷനുകളൊക്കെ കൊടുക്കുന്നതിന് സർക്കാരിന് നല്ല പണം വേണം. പലപ്പോഴും സർക്കാർ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പണമാണ് നിർത്തിവെക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് എന്താണ് വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.